ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ്. കഴിഞ്ഞ വീക്കെൻഡ് വ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ട് എത്ര പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞു പോയത്, ദിവസങ്ങൾ പോണതേ അറിയാനില്ല. ഇന്നിവിടെ പുറത്ത് 36°C ആണ്. പക്ഷെ പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഈ വെതറൊക്കെ ഇങ്ങനെ ഭയങ്കര ചൂടുള്ള വെതർ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. വെറുതെ ടാൻ അടിച്ച് കൂട്ടേണ്ട കാര്യമില്ലല്ലോ. രാവിലെ തന്നെ എൻ്റെ മൈൻഡിലൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു എൻ്റെ വർക്ക് ബാഗ് ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. കാരണം കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വലിച്ചു വരെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പൈസയൊക്കെ ആണെങ്കിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് വെറുതെ ഇട്ടേക്കുമായിരുന്നു. സോ അതൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം ഒന്ന് ക്ലീൻ ആക്കി രാവിലെ തന്നെ വയ്ക്കണം എന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാനത് ആലോചിച്ചിട്ടാണ് രാത്രി കിടന്നത് തന്നെ. അപ്പോൾ എനിക്കിത് തീർക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കുറേ ദിവസമായി ഒന്നും ബാഗ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഈ പേഴ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുറച്ച് പേപ്പേഴ്സ് കിട്ടി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ച എൻ്റെ മാനിഫെസ്റ്റേഷൻസ് എഴുതി വെച്ച പേപ്പേഴ്സാണ്. ശരിക്കും ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് എഴുതി വെക്കാറുണ്ട്. ആൻഡ് എനിക്ക് ആ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട് ഇന്ന് വരെ. നോർമലി ഞാനിതൊക്കെ വയ്ക്കുന്നത് എൻ്റെ ഫോണിൻ്റെ ബാക്ക് കവറിലാണ്. അപ്പം ഞാനത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് കവർ വാങ്ങിച്ചപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി എൻ്റെ പേഴ്സിൽ വെച്ചതാണ്. ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ എഴുതി എനിക്ക് നടന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു മാനിഫെസ്റ്റേഷൻ ആയതുകൊണ്ട് എനിക്കതിപ്പോൾ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പേപ്പറിൽ നമ്മളൊന്ന് എഴുതി വയ്ക്കുക. എനിക്കത് അച്ചീവ് ആയി എന്ന് വേണം എഴുതി വയ്ക്കാൻ. ആൻഡ് അത് അച്ചീവ് ആയതിനു ശേഷം അത് നിങ്ങൾ എടുത്തു നോക്കി കഴിയുമ്പോൾ യു വിൽ ബി വെരി പ്രൗഡ്. നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് അത് അച്ചീവ് ആയി കഴിയുമ്പോൾ വേറെ തന്നെ ഒരു സന്തോഷമാണ്. സോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു. സോ ഇപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ നേരത്താണ് എടുത്ത് നോക്കിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഞാനൊരു 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ ഒരു കാര്യത്തിൽ ബിലീവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ പേപ്പേഴ്സൊക്കെ കളഞ്ഞ് ബാഗ് എടുത്ത് വയ്ക്കണം. കാരണം എല്ലാ ദിവസവും വിചാരിക്കുന്ന കാര്യമാണ് ബാഗ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി വയ്ക്കാനോ ഒന്നും നടക്കണില്ല. ഇതൊക്കെ കുറേ അൺവാണ്ടഡ് ബിൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ കളയാം. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വലിയ മൂഡില്ലാത്തൊരു ദിവസമാണ്. എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹുട്ടിയൊക്കെ എടുത്തിട്ടേക്കുവാണ്. കൈ പുറത്ത് നല്ല ചൂടാണെങ്കിലും എനിക്ക് ബോഡി ഭയങ്കര വീക്കാവണ പോലെ. പക്ഷെ എന്തായാലും ഞങ്ങൾക്കിന്ന് പുറത്ത് പോകണം. കുറച്ച് ദിവസമായി ഗ്രോസറി വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പം ഇന്നെന്തായാലും ഞങ്ങൾ വിചാരിച്ചു മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും പോകുന്ന ലുലുവിലാണെങ്കിലും നല്ല ഫിഷൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ തന്നെ പോകണം. നേരത്തെ ഒന്നും തീരെ അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചിട്ടുന്ന വെളുപ്പിന് പോയാലാണ് കിട്ടുള്ളൂ എന്നൊക്കെ. പിന്നെ 1-2 പ്രാവശ്യം മനസ്സിലായി നമുക്ക് ഒരു ഉച്ച വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ വാങ്ങിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. മേക്കപ്പ് ചെയ്യാനുള്ള മൂടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് വയ്യ. സോ അതുകൊണ്ട് എന്തെങ്കിലും ജസ്റ്റ് ഒരു ബ്ലഷും ഒരു ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള ഒരുക്കൊന്നുമില്ല. ലിപ്സ്റ്റിക് എൻ്റെ പോക്കറ്റിലുണ്ട്. അങ്ങനെ മാർക്കറ്റിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് വന്നു. ഇനി എനിക്ക് ഫ്രഷ് ആവുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും അതിൻ്റെതായ സ്ഥലത്ത് എടുത്തു വെച്ച് എല്ലാ പണികളും തീർത്തിട്ട് വേണം ഞാൻ എനിക്ക് ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ.
അങ്ങനെ ഇന്നത്തെ ദിവസത്തെ മെയിൻ ടാസ്ക് ആയിട്ടുള്ള ഗ്രോസറി റീസ്റ്റോക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ഇനി ഫുഡ് കഴിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. KFC ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇനി ഞങ്ങളുടെ ഒരു നോർമൽ വീക്കെൻഡ് എങ്ങനെയാണോ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൂവിയൊക്കെ വെച്ച് ഞങ്ങൾ 3 പേരായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കും. ആ മൂവി തീരുന്നതേ ഒരു ഈവനിങ് ഒക്കെ ടൈം ആയിട്ടുണ്ടാവും കേട്ടോ. ഇന്നെന്തായാലും ഞങ്ങളൊരു മൂവി കുറച്ച് നേരത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു ചായ കുടിക്കാൻ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കഫറ്റീരിയ വന്നിട്ടുണ്ടെന്ന്. അതല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കഫറ്റീരിയ ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് ചായയൊക്കെ കുടിക്കാൻ തോന്നി ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോകണമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം ടീ സ്പോട്ടായിട്ട് മാറി. ഞാനിങ്ങനെ കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളുടെ വീഡിയോ കാണുന്നവർ കൂടുതൽ പേരും സപ്പോർട്ട് ചെയ്യാത്തവരായിരിക്കും എന്ന്. അന്നത്തെ ആ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻസും പോസിറ്റീവ് ഫീഡ്ബാക്സും ഒക്കെ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തരാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. നിങ്ങളുടെ ഒരു ചെറിയൊരു കമൻ്റ് ആയിരിക്കും, പക്ഷെ അതെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം എന്നെ നിങ്ങൾ ആ ഒരു കമൻറ്റിൽ കൂടെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഡിന്നർ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. ഞാനിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോൺസ് നിർവാനയാണ്. കുറേ ആയി ഇങ്ങനെ റീൽസിൽ കൂടെ ഒക്കെ കാണുന്നു. അപ്പോൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കിയാൽ കാണാൻ പറ്റും. ഞാനും ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയെടുത്ത് കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള പൊറോട്ട പത്തിരിയൊക്കെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വക ഇന്ന് ഈ ഒരു ഡിഷ് മാത്രമേ ഉള്ളൂ ഡിന്നറിന്. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ റെഡി. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നോർമലി ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ വിചാരിക്കും ഇന്നത്തെ വ്ളോഗെങ്കിലും കുറച്ച് നല്ല ലെങ്ത് ഉള്ള ആക്കണമെന്ന്. പക്ഷേ ഇന്നും അത് വലിയ കാര്യമായിട്ട് നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കുറച്ചും കൂടെ ലെങ്തിയർ വ്ളോഗ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. So see you all in my next vlog. Until then, take care and bye-bye.